ഹായ് ഓൾ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും ആൻസി ടെക് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മുടെ കേരള PSCയുടെ 70 ഇലക്ട്രീഷ്യൻ്റെ സ്റ്റഡി പ്ലാൻ ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവർ കാണുക. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം. നവംബർ 25 ആണ് നമ്മുടെ എക്സാം വരുന്നത്. കാറ്റഗറി നമ്പർ 349/20, 404/20, 084/21, 209/21, 106/10, 20, 326/20. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ കാറ്റഗറി നമ്പർ. അപ്പോൾ ഇതിൻ്റെ എല്ലാം എക്സാംസ് കൺഫർമേഷൻ കൊടുക്കാൻ വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും നിങ്ങളുടെ പ്രൊഫൈലിൽ കയറി, PSCയുടെ പ്രൊഫൈലിൽ കയറി കൺഫർമേഷൻ കൊടുക്കാം. ഓക്കെ, അതുപോലെ തന്നെ നമ്മൾ ഇതിൻ്റെ എല്ലാം ഓൺലൈൻ കോച്ചിങ് കൊടുക്കുന്നുണ്ട്. ടെലഗ്രാമിലാണ് നമ്മുടെ കോച്ചിങ് വരുന്നത്. ആ ടൈം ടേബിൾ അനുസരിച്ച് ഓരോ ദിവസം പഠിക്കാനുള്ള പോർഷൻസിൻ്റെ ക്ലാസ് നമ്മൾ ടെലഗ്രാം ഗ്രൂപ്പുണ്ട്. തിയറി റെക്കോർഡഡ് ക്ലാസ്സസ്, പിന്നെ അതിൻ്റെ PDF നോട്ട്സ്, പിന്നെ ടോപ്പിക് വൈസ് ക്വസ്റ്റ്യൻസ്. ഓക്കെ, പിന്നെ ഓരോ മൊഡ്യൂൾ കഴിയുമ്പോഴും എക്സാംസ് 100 മാർക്കിന് എക്സാംസും ഉണ്ടായിരിക്കും. ഓക്കെ, അതുപോലെ തന്നെ നമ്മുടെ പോലീസ് ടെലി കമ്മ്യൂണിക്കേഷൻ അതിൻ്റെ ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പോലീസ് ടെലി കമ്മ്യൂണിക്കേഷൻ വരുമ്പോൾ നിങ്ങൾക്ക് IT ലെവലുള്ള ഇലക്ട്രിക്കൽ ഉണ്ട്, ഇലക്ട്രോണിക്സ് ഉണ്ട്, അതുപോലെ തന്നെ കമ്പ്യൂട്ടർ സയൻസ് ഉണ്ട്, റേഡിയോ കമ്മ്യൂണിക്കേഷൻ. ഇത്ര നിങ്ങളുടെ സിലബസ് വരുന്നുണ്ട്. അപ്പോൾ ഓരോന്നും നമ്മൾ വളരെ ഡീപ്പായിട്ട് പഠിപ്പിക്കുന്നതാണ്. അപ്പോൾ അതിന് നമ്മൾ കോച്ചിങ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിന് നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് എൻ്റെ ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് അതിൽ ആ ടെലി കമ്മ്യൂണിക്കേഷൻ പ്രിപ്പയർ ചെയ്യുന്നവർക്കും ഞാൻ ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് അവർക്കും ആവശ്യമുള്ളതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ നമ്മുടെ മൊഡ്യൂൾ 1 ബേസിക് ഇലക്ട്രിസിറ്റി ആണ്. ഇതിൻ്റെ നമുക്ക് പഠിക്കാനുള്ള ഫണ്ടമെൻറ്റ്സ് ഓഫ് ഇലക്ട്രിസിറ്റി, ഫ്ലക്സ് ആൻഡ് സോൾഡറിംഗ് ടെക്നിക്ക്, പ്രോപ്പർട്ടി ഓഫ് റെസിസ്റ്റർ, കണ്ടക്ടർ, ഇൻസുലേറ്റർ, സെമി കണ്ടക്ടർ, ടൈപ്പ് ഓഫ് വയേഴ്സ് ആൻഡ് കേബിൾസ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഓരോ മൊഡ്യൂളും വളരെ ഡീപ്പായിട്ട് പഠിക്കുക. ഈ വർഷം മുതൽ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ലെവൽ ചിലപ്പം കൂട്ടിയിട്ടുണ്ട്. സോ നിങ്ങൾക്ക് ഡിപ്ലോമ ലെവലിൽ നിങ്ങൾ പഠിക്കാം. ഓക്കെ, ഓരോ തിയറിയും നിങ്ങൾ വളരെ ഡീപ്പായിട്ട് തന്നെ പഠിക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു മൊഡ്യൂളിൽ നിന്ന് വരുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, 1 coulomb is equal to 1 ampere second, 3600 ampere second, 1 ampere hour, 3600 ampere hour. എന്താണ് 1 coulomb എന്ന് പറയുന്നത്? എന്താണ്? 1 ആംപിയർ സെക്കൻഡ് ആണ്. അപ്പോൾ നമ്മളൊരു ഇലക്ട്രിക്കൽ സർക്യൂട്ട് എടുക്കുകയാണെങ്കിൽ ഒരു 1 ആംപിയർ ഓഫ് കറണ്ട് 1 സെക്കൻഡിലാണ് ഫോളോ ചെയ്യുന്നതെങ്കിൽ നമ്മൾ അതിനെയാണ് 1 കൂളുംബ് എന്ന് പറയുന്നത്. ഒരു ഇലക്ട്രിക്കൽ സർക്യൂട്ടിൽ 1 ആംപിയർ ഓഫ് കറണ്ട് 1 സെക്കൻഡിൽ പാസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് 1 കൂളുംബ് എന്ന് പറയാം. അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം? ആംപിയർ സെക്കൻഡ് എന്ന് പറയാം. ഓക്കെ, ഇറ്റ്സ് ലാർജർ യൂണിറ്റ് എന്ന് പറയുന്നത് ആംപിയർ അവർ ആയിരിക്കും. ഓക്കെ, 1 ആംപിയർ സെക്കൻഡ് ഈക്വൽ ടു 1 കൂളുംബാണ്. 1 ആംപിയർ അവർ എന്ന് പറയുന്നത് അതും ചോദിക്കാറുണ്ട്. ഇറ്റ് ഈസ് 3600 കൂളുംബാണ്. അപ്പോൾ അതും പഠിക്കുക. അടുത്ത രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഫോർ ഡൊമസ്റ്റിക് വയറിംഗ് പർപ്പസസ് ഹൗ ആർ സർക്യൂട്ട് കണക്റ്റഡ്? ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഡൊമസ്റ്റിക് വയറിങ്ങിൽ സർക്യൂട്ട്സ് എങ്ങനെയാണ് കണക്ട് ചെയ്തിട്ടുള്ളത്? സ്ട്രെയിറ്റ് ആണോ, പാരലൽ ആണോ, സീരീസ് ആണോ, സീരിയൽ ആണോ? എങ്ങനെയാണ്? ഇറ്റ് ഈസ് ഓപ്ഷൻ ബി, പാരലൽ ആയിട്ടാണ്. ഓക്കെ, അപ്പോൾ നിങ്ങളത് നോക്കുക. നമുക്കറിയാം എന്തുകൊണ്ടാണ് നമ്മൾ ഡൊമസ്റ്റിക് വയറിംഗ് അപ്ലയൻസസ് ഒക്കെ പാരലായിട്ട് കണക്ട് ചെയ്യാൻ കാരണം. മെയിൻലി ഫസ്റ്റ് റീസൺ വെച്ചാൽ ഇൻഡിവിജ്വൽ സ്വിച്ചിങ് സിസ്റ്റം. അപ്പോൾ നമ്മൾ അപ്ലയൻസസ് ഒക്കെ പാരലായിട്ട് കണക്ട് ചെയ്യുമ്പോൾ നമ്മൾ ഇൻഡിവിജ്വലായിട്ട് ഓൺ ആൻഡ് ഓഫ് സ്വിച്ചിങ് ഓഫ് അപ്ലയൻസസ് പോസിബിൾ ആണ്, അല്ലേ? നമുക്ക് ഇൻഡിവിജ്വലായിട്ട് നമുക്ക് ആവശ്യമുള്ള ലൈറ്റ് ആവശ്യമുള്ളപ്പോൾ ഓൺ ആക്കാം, ആവശ്യമുള്ളപ്പോൾ ഓഫ് ആക്കാം. അപ്പോൾ ആവശ്യമുള്ള സമയത്ത് മാത്രം ഇൻഡിവിജ്വലായിട്ട് ഓൺ ആൻഡ് ഓഫ് നമ്മൾ അപ്ലയൻസസിൽ പോസിബിൾ ആണ്. പക്ഷേ സീരീസ് സർക്യൂട്ടിലാണെങ്കിൽ സ്വിച്ചിങ് 1 അപ്ലയൻസ് ഓൺ ഓർ ഓഫ് വിൽ പുട്ട് ഓൾ അതർ ഡിവൈസ് ഇൻ ദ സെയിം മോഡൽ. അപ്പോൾ നമ്മൾ ഒരെണ്ണം ഓഫ് ചെയ്യണമെങ്കിൽ ബാക്കി എല്ലാം അങ്ങ് ഓഫായി പോകും. അതുകൊണ്ടാണ് നമ്മൾ പാരലായിട്ട് കണക്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ വോൾട്ടേജ്, പാരലൽ സർക്യൂട്ട് ആണെങ്കിൽ വോൾട്ടേജ് അവൈലബിൾ ടു ഓൾ ദി അപ്ലയൻസസ് സെയിം ആയിരിക്കും. അപ്പോൾ യൂണിഫോം പവർ ഡിസ്ട്രിബ്യൂഷൻ തന്നെ നടക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ പാരലാണെങ്കിൽ നമ്മളെങ്ങനെ കണ്ടുപിടിക്കുന്നത്? 1/R = 1/R1 + 1/R2 അങ്ങനെ പോവും. പാരലൽ സർക്യൂട്ടിൽ വോൾട്ടേജ് സെയിം ആണ്, ഇതും ചോദിക്കാറുണ്ട്. കറണ്ട് ആണ് ഡിവൈഡ് ചെയ്ത് പോകുന്നത്. സീരീസിലാണെങ്കിൽ കറണ്ട് സെയിം ആണ്, വോൾട്ടേജ് ആണ് ഡിവൈഡ് ചെയ്ത് പോകുന്നത്. ഓക്കെ, അപ്പോൾ അതും കൂടെ പഠിക്കാം. അടുത്ത മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ആംപിയർ അവർ ഈസ് എ യൂണിറ്റ് ഓഫ്. എന്താണ് ആംപിയർ അവർ? ഈസ് എ യൂണിറ്റ് ഓഫ് ക്വാണ്ടിറ്റി ഓഫ് ഇലക്ട്രിസിറ്റി, സ്ട്രെങ്ത് ഓഫ് കറണ്ട്, പവർ, എനർജി. ഇറ്റ് ഈസ് ഓപ്ഷൻ എ ആണ്, ക്വാണ്ടിറ്റി ഓഫ് ഇലക്ട്രിസിറ്റി. ആംപിയർ അവർ ഈസ് എ യൂണിറ്റ് ഓഫ് ക്വാണ്ടിറ്റി ഓഫ് ഇലക്ട്രിസിറ്റി. ആംപിയർ എന്തിൻ്റെ യൂണിറ്റാണ്? കറണ്ടിൻ്റെ യൂണിറ്റാണ് ആംപിയർ എന്ന് പറയുന്നത്. ക്വാണ്ടിറ്റി ഓഫ് ഇലക്ട്രിസിറ്റി എന്ന് വെച്ചാൽ എന്താണ്? കറണ്ട് ഇൻ ആംപിയർ ഇൻറ്റു ടൈം ഇൻ സെക്കൻഡ് ആണ്. അത് നമ്മൾ കൂളുംബ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്തായാലും ഒരു ക്വാണ്ടിറ്റി ഓഫ് ഇലക്ട്രിസിറ്റി എന്ന് വെച്ചാൽ എന്താണ്? ഇഫ് ഇറ്റ് ഈസ് ദ ക്വാണ്ടിറ്റി ഓഫ് ഇലക്ട്രിസിറ്റി ട്രാൻസ്ഫേർഡ് ബൈ എ കറണ്ട് ഓഫ് 1 ആംപിയർ ഇൻ 1 സെക്കൻഡ്. നമുക്കിതിന് വേണമെങ്കിൽ ആംപിയർ സെക്കൻഡ് എന്നും പറയാം. ഓക്കെ, അപ്പോൾ നമ്മൾ 1 ആംപിയർ അവർ എന്ന് പറയുമ്പോൾ 3600 കൂളുംബിൽ നമുക്ക് എഴുതാം, അല്ലെങ്കിൽ ആംപിയർ സെക്കൻഡ്. അതും പഠിക്കാം. അടുത്ത നാലാമത്തെ ക്വസ്റ്റ്യൻ, ഇതും എപ്പോഴും ചോദിക്കാറുണ്ട്. SI യൂണിറ്റ് ഓഫ് ഹീറ്റ്, ഡിഫറെൻറ്റ് യൂണിറ്റ്സ് ഹീറ്റിൻ്റെ പഠിക്കുക. എപ്പോഴും നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കുകയും കാണാറുണ്ട്. SI യൂണിറ്റ് ഓഫ് ഹീറ്റ് എന്ന് പറഞ്ഞാൽ ജൂളാണ്. അപ്പോൾ യൂണിറ്റ് ഓഫ് ഹീറ്റ് SI സിസ്റ്റത്തിൽ ജൂളാണ്. എന്താണ് ജൂൾ എന്ന് വെച്ചാൽ ഒരു യൂണിറ്റ് ഓഫ് എനർജി എന്ന് പറയുന്നത് ഈക്വൽ ടു വർക്ക് ഡൺ വെൻ എ ഫോഴ്സ് ഓഫ് 1 ന്യൂട്ടൺ ആക്ട് ത്രൂ എ ഡിസ്റ്റൻസ് ഓഫ് 1 മീറ്റർ, അല്ലേ? ഒരു യൂണിറ്റ് ഓഫ് എനർജി എന്ന് പറഞ്ഞാൽ എന്തിന് ഈക്വൽ ആണ്? വർക്ക് ഡൺ. നമ്മൾ ചെയ്യുന്ന വർക്ക് ഡൺ ആണ് വെൻ എ ഫോഴ്സ് ഓഫ് 1 ന്യൂട്ടൺ ത്രൂ എ ഡിസ്റ്റൻസ് ഓഫ് 1 മീറ്ററിൽ കൊടുക്കുന്ന അതിനെ ആ ഒരു വർക്ക് ഡണ്ണിനെയാണ് നമ്മൾ യൂണിറ്റ് ഓഫ് എനർജി എന്ന് പറയുന്നത്.
അപ്പോൾ നമ്മൾ ഹീറ്റിൽ തന്നെ വേറെ യൂണിറ്റ്സ് ഉണ്ട്, അതും പഠിക്കാം. ഒന്നാമത്തെ BTU, ബ്രിട്ടീഷ് തെർമൽ യൂണിറ്റ്. ഇതും നമ്മുടെ ഹീറ്റിൻ്റെ യൂണിറ്റാണ്. നമ്മൾ യുണൈറ്റഡ് സ്റ്റേറ്റ്സിലൊക്കെയാണ് ഈ യൂണിറ്റ് വരുന്നത്. പിന്നെ കലോറി, ദ എമൗണ്ട് ഓഫ് ഹീറ്റ് എനർജി റിക്വയർഡ് ടു റേസ് ദ ടെമ്പറേച്ചർ ഓഫ് 1 gram ഓഫ് വാട്ടർ 1 degree Celsius ആണ് കലോറി എന്ന് പറയുന്നത്. അതുപോലെ എർഗ്, അത് നമ്മുടെ എനർജിയുടെ യൂണിറ്റാണ്. എർഗ് ഈസ് എ യൂണിറ്റ് ഓഫ് എനർജിയാണ്. 1 എർഗ് എന്ന് പറയുമ്പോൾ 10⁻⁻7 ജൂളാണ്, അതും പഠിക്കാം. വാട്ട് എന്ന് പറയുമ്പോൾ SI യൂണിറ്റ് ഓഫ് പവറിൻ്റെ യൂണിറ്റാണ് വാട്ട് എന്ന് പറയുന്നത്. ഓക്കെ, 1 horse power എന്ന് പറഞ്ഞാൽ 746 വാട്ട്, അതും ചോദിക്കാറുണ്ട്. 1 ജൂള് ഇൻ കലോറിയിൽ 0.14 ആണ് കലോറിയിൽ പറയുന്നത്. നമ്മളെ ബ്രിട്ടീഷ് തെർമൽ യൂണിറ്റിൽ 9.478 × 10⁻⁻4. 1 ഡൈൻ, അതും ചോദിക്കാറുണ്ട്. ഇറ്റ് 0.0001 ന്യൂട്ടണുമാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളൂടെ പഠിക്കാം. അടുത്ത 5ാമത്തെ ക്വസ്റ്റ്യൻ, ഹൗ മച്ച് വർക്ക് ഈസ് ഡൺ ഇൻ മൂവിങ് 2 coulomb ഓഫ് ചാർജ് അക്രോസ് 2 points ഹാവിങ് എ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഓഫ് 12 volt. ഓക്കെ, പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്ന് പറയുന്നത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു വർക്ക് ഡൺ പെർ യൂണിറ്റ് ചാർജ് ആണ്, അല്ലേ? പൊട്ടൻഷ്യൽ ഡിഫറൻസ് V എന്ന് പറയുന്നത് എന്താണ്? വർക്ക് ഡൺ പെർ യൂണിറ്റ് ചാർജ് ആണ്. നമ്മുടെ ക്വസ്റ്റ്യനിൽ എത്ര തന്നിട്ടുണ്ട്? ചാർജ് തന്നിട്ടുണ്ട് 2 coulomb തന്നിട്ടുണ്ട്, വോൾട്ടേജ് തന്നിട്ടുണ്ട് 12 volt. അങ്ങനെ നമുക്ക് വർക്ക് ഡൺ കണ്ടുപിടിച്ചുകൂടെ? V × Q, ദാറ്റ് ഇസ് 24 ജൂളാണ് ആൻസർ വരുന്നത്. അടുത്ത 6ാമത്തെ ക്വസ്റ്റ്യൻ, കൊമേഴ്ഷ്യൽ യൂണിറ്റ് ഓഫ് ഇലക്ട്രിക്കൽ എനർജി. എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. കൊമേഴ്ഷ്യൽ യൂണിറ്റ് ഓഫ് ഇലക്ട്രിക് എനർജി ഈസ് കിലോ വാട്ട് അവർ. ഓക്കെ, 1 kW എന്ന് പറഞ്ഞാൽ 1000 വാട്ട് അവർ ആണ്. സെക്കൻഡിലാണെങ്കിൽ എങ്ങനെ വരും? ഇത്രയും വാട്ട് സെക്കൻഡ്, അല്ലെങ്കിൽ 3.6 × 10⁻⁶ ജൂളിലും വരും. ഓക്കെ, അടുത്ത 7ാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി. അപ്പോൾ നമ്മുടെ ഇലക്ട്രിസിറ്റി തന്നെ നമുക്ക് 2 ടൈപ്പ് ഉണ്ട്, സ്റ്റാറ്റിക്കും ഉണ്ട്, ഡൈനാമിക്കും ഉണ്ട്. സ്റ്റാറ്റിക് എന്ന് പറയുമ്പോൾ എന്താണ്? അതിന് എക്സാമ്പിൾസ് ആണ് നമ്മൾ സിൽക്ക് ക്ലോത്ത് ഒക്കെ, ഇലക്ട്രിക് ചാർജ് കൊണ്ട് സിൽക്ക് ക്ലോത്ത്, ഈ സ്റ്റേഷനറി, അത് നമുക്ക് സ്റ്റാറ്റിക് എന്ന് പറയാം. അതായത് ഈ ടൈപ്പ് ഓഫ് ഇലക്ട്രിസിറ്റി എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഒരു പ്ലേസിൽ നിന്ന് വേറൊരു പ്ലേസിലോട്ട് ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഡൈനാമിക് ആണെങ്കിൽ എന്താണ്? അത് ഇലക്ട്രിസിറ്റി, ഇലക്ട്രോൺസ് ഇൻ മൂവ്മെൻറ്റിനെയാണ് നമ്മൾ കറണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഈ ഡൈനാമിക് ഇലക്ട്രിസിറ്റി എന്ന് പറയുമ്പം ദ ടൈപ്പ് ഓഫ് ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ്ഡ് ബൈ സെൽസ്, ബാറ്ററീസ്, ജനറേറ്റർ, ഓൾട്ടർനേറ്റർ, അതൊക്കെയാണ് നമ്മൾ ഡൈനാമിക് ഇലക്ട്രിസിറ്റി എന്ന് പറയുന്നത്. ഈ ടൈപ്പ് ഓഫ് ഡൈനാമിക് ഇലക്ട്രിസിറ്റി നമ്മൾ കേബിൾസ്, വയേഴ്സിലൂടെയാണ് നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. പക്ഷേ സ്റ്റാറ്റിക് ആണെങ്കിൽ എന്താണ്? നമുക്ക് സ്റ്റാറ്റിക് എന്ന് പറയുമ്പോൾ അത് സ്റ്റേഷനറി ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ ചോദിച്ചിട്ടുള്ളത് വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റിയുടെ എക്സാമ്പിൾ ഏതാണ്? ഇലക്ട്രിക് ചാർജ് പ്രൊഡ്യൂസ് ബൈ റബ്ബിംഗ് ഡ്രൈ ഗ്ലാസ് റോഡ് വിത്ത് സിൽക്ക് ക്ലോത്ത്. നമ്മൾ ഇലക്ട്രിക് ചാർജ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുകയാണ്. എങ്ങനെയാണ്? ഡ്രൈ ഗ്ലാസ് റോഡ് വിത്ത് സിൽക്ക് ക്ലോത്ത് റബ്ബ് ചെയ്യുമ്പോൾ നമുക്ക് അവിടെ ഇലക്ട്രിക് ചാർജ് പ്രൊഡ്യൂസ് ചെയ്യും. അത് സ്റ്റേഷനറിയാണ്. ഓക്കെ, അടുത്ത 8ാമത്തെ ക്വസ്റ്റ്യൻ, കളർ ബാൻഡ് ഫോർ 1.5 ohm റെസിസ്റ്റർ. നിങ്ങൾ കളർ ബാൻഡും കൂടെ പഠിക്കാം. അപ്പോൾ അതിൻ്റെ ഞാൻ ഓരോന്നും പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് 1.5 ആണ് കണ്ടുപിടിക്കാനുള്ളത്. അപ്പോൾ ഓരോന്നും നമ്മൾ കളർ തന്നിട്ടുണ്ട്, അതിൻ്റെ ഡിജിറ്റ് തന്നിട്ടുണ്ട്, മൾട്ടിപ്ലയറും ടോളറൻസ് തന്നിട്ടുണ്ട്. നിങ്ങളത് നോക്കുക. ബ്ലാക്ക് ആണെങ്കിൽ 0 ആയിരിക്കും, മൾട്ടിപ്ലയർ 10⁻�0, ദാറ്റ് ഇസ് 1 ആയിരിക്കും. ബ്രൗൺ ആണെങ്കിൽ 1 ആണ്, മൾട്ടിപ്ലയർ 10⁻1 ആണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഡിഫറെൻറ്റ് കളേഴ്സ് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ചോദിച്ചിട്ടുള്ളത് എന്താണ്? 1.5 ആണ്. 1.5 ആകുമ്പോൾ ഏതായിരിക്കും? നമുക്ക് ലെഫ്റ്റ് നിന്ന് റൈറ്റിലോട്ട് ഫസ്റ്റ് ബാൻഡ് നമുക്ക് കാണാൻ പറ്റും, ബ്രൗൺ ആണ്, അല്ലേ? 1.5, 1 ആകുമ്പോൾ ബ്രൗൺ ആണ്. സെക്കൻഡ് ബാൻഡ് എന്താണ്? അതുപോലെ തന്നെ എന്താണ്? 5 വരുമ്പോൾ ഇത് വരും, ഗ്രീൻ ആണ്, അല്ലേ? അപ്പോൾ നമുക്ക് 1.5 ഇൻറ്റു അടുത്ത് തന്നിട്ടുള്ള എന്താണ്? ഓം ആണ്. അപ്പോൾ ഏതാ? നമുക്ക് ഓരോ നമ്മൾ ടോളറൻസും കൂടെ നോക്കാം, ഏതാണെന്ന് നോക്കാം, ടോളറൻസ് വാല്യൂം കൂടെ നോക്കാം. ഓക്കെ, അപ്പോൾ ഏതാണ്? 1.5 ohm ആണെങ്കിൽ നമുക്ക് ആൻസർ വന്നിട്ട് ഇറ്റ് ഈസ് ബ്രൗൺ, ഗ്രീന്, ഗോൾഡനും കൂടെ വരും. ഓക്കെ, കാരണം നമ്മുടെ മൾട്ടിപ്ലയർ എന്ന് പറയുമ്പോൾ 0.1 ആണ്. ഓക്കെ, കാരണം തേർഡ് ബാൻഡ് ആയിരിക്കും, ഏതാ വരും? ഗോൾഡാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ അതും കൂടെ നോക്കുക, സിൽവറും ഗോൾഡാണും കൂടെ നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ആൻസർ വന്നിട്ട് ഏതാണ്? ബ്രൗൺ, ഗ്രീന്, ഗോൾഡൻ ആണ് വരുന്നത്. ബ്രൗൺ, ഗ്രീന്, ഗോൾഡൻ ആണ് വരുന്നത്. ഓക്കെ, ഫസ്റ്റ് ബാൻഡ് ബ്രൗണും സെക്കൻഡ് ബാൻഡ് ഗ്രീനും. മൾട്ടിപ്ലയർ എന്ന് പറയുമ്പോൾ ഏതായിരിക്കും? മൾട്ടിപ്ലയർ വരുമ്പോൾ നമ്മൾ ഏതാണ്? നോക്കൂ, ഏതാണ്? 10⁻⁻, മൾട്ടിപ്ലയർ ഏതായിരിക്കും വരുന്നത്? ഇവിടെ ഒന്നുമില്ല, 0 ആണ്. അപ്പോൾ നമുക്ക് ഏതായിരിക്കും? നമ്മൾ ഗോൾഡായിരിക്കും. ഓക്കെ, അപ്പോൾ അതാണ് നമ്മുടെ ബ്രൗണ്, ഗ്രീന്, ഗോൾഡൻ വന്നത്. ഓക്കെ, അടുത്ത 9ാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ SI യൂണിറ്റ് ഓഫ് റെസിസ്റ്റൻസ്? റെസിസ്റ്റൻസിന് യൂണിറ്റ് എല്ലാവർക്കും അറിയാം, ഇറ്റ് ഈസ് ഓം ആണ്. റെസിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ മെഷർ ഓഫ് ദി ഒപ്പോസിഷൻ ഓഫ് ദി കറണ്ട് ഫ്ലോ ഇൻ ആൻ ഇലക്ട്രിക്കൽ സർക്യൂട്ടാണ്. റെസിസ്റ്റൻസ് നമ്മുടെ കറണ്ട് ഫ്ലോയുടെ ഒപ്പോസിഷൻ ആണ്. ഓക്കെ, നമ്മൾ ഓം ആണ് അതിൻ്റെ യൂണിറ്റ് വരുന്നത്. അപ്പോൾ ഡിഫറെൻറ്റ് യൂണിറ്റ്സ് തന്നിട്ടുണ്ട്, പഠിക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കറണ്ടിൻ്റെ യൂണിറ്റ് ആംബിയർ, വോൾട്ടേജ് വോൾട്ട്, പവർ വാട്ട്, റെസിസ്റ്റൻസ് ഓം, കപ്പാസിറ്റൻസ് ഫാരഡ്, ഇൻഡക്റ്റൻസ് ഹെൻറി, ഫ്രീക്വൻസി ഹേർട്സ്, പീരീഡ് സെക്കൻഡ്, ചാർജ് കൂളുമ്പ്, കണ്ടക്റ്റൻസ് സീമെൻസ്. അതുപോലെ ഇത് മെഷർ ചെയ്യുന്ന ഡിവൈസും അതും ചോദിക്കാറുണ്ട്. കറണ്ട് ആണെങ്കിൽ അമ്മീറ്റർ, വോൾട്ടേജ് വോൾട്ട് മീറ്റർ, പവർ മീറ്റർ, റെസിസ്റ്റൻസ് ഓമീറ്റർ, കപ്പാസിറ്റൻസ് മീറ്റർ, ഇൻഡക്റ്റൻസ് മീറ്റർ, ഫ്രീക്വൻസിയും പീരീഡും ഓസിലോസ്കോപ്പ്, ചാർജ് മീറ്റർ, കണ്ടക്റ്റിവിറ്റി മീറ്റർ. മെഷറിംഗ് ഡിവൈസും കൂടെ പഠിക്കാം.
അടുത്ത 10ാമത്തെ ക്വസ്റ്റ്യൻ ടെമ്പറേച്ചർ കോയിഫിഷ്യൻ്റ് ഓഫ് റെസിസ്റ്റൻസ്. ടെമ്പറേച്ചർ കോയിഫിഷ്യൻ്റ് ഓഫ് റെസിസ്റ്റൻസ് എക്സ്പ്രസ് ചെയ്യുന്ന ഏത് ടേംസ് ഓഫ് ഓംസ് പെർ ഓം ഡിഗ്രി സെൽഷ്യസ് ആണ്. ടെമ്പറേച്ചർ കോയിഫിഷ്യനെ കുറിച്ചൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. അടുത്ത മൊഡ്യൂളിലാണ് നമുക്ക് ടെമ്പറേച്ചർ കോയിഫിഷ്യൻറ്റും ഓംസിലും ഒക്കെ വരുന്നത്. അപ്പോൾ അടുത്ത മൊഡ്യൂൾ നമ്മൾ തിയറി അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ ഗ്രൂപ്പിൽ അതിൻ്റെ ക്ലാസ് ഇടും. ഇപ്പോൾ ജസ്റ്റ് ഒന്ന് നോക്കിയിരിക്കാം. ടെമ്പറേച്ചർ കോയിഫിഷ്യൻ എന്ന് പറയുമ്പം അത് മെയിൻലി നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് റെസിസ്റ്റൻസിൻ്റെ വേരിയേഷൻ ആണ് ഇൻ വിത്ത് റെസ്പെക്ട് ടു ടെമ്പറേച്ചർ ആണ്. അങ്ങനെ ഓം പെർ ഓം ഡിഗ്രി സെൽഷ്യസിലാണ് എക്സ്പ്രസ് ചെയ്യുന്നത്. അതിന് പോസിറ്റീവ് ഉണ്ട്. പോസിറ്റീവ് ആണെങ്കിൽ നമ്മൾ റെസിസ്റ്റൻസ് എന്ത് ചെയ്യും? പോസിറ്റീവ് കോയിഫിഷ്യൻ ടെമ്പറേച്ചർ കോയിഫിഷ്യൻ റെസിസ്റ്റൻസ് ആണെങ്കിൽ അത് ചോദിക്കാറുണ്ട്. റെസിസ്റ്റൻസ് എന്താണ്? ഇൻക്രീസസ് വിത്ത് ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ ആണ്. നെഗറ്റീവ് ആണെങ്കിൽ റെസിസ്റ്റൻസ് ഡിക്രീസസ് വിത്ത് ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ. അതും കൂടെ നോക്കാം. അടുത്ത 11ാമത്തെ ക്വസ്റ്റ്യൻ എ ഗിവൺ കോപ്പർ വയർ ഓഫ് 10 ohm റെസിസ്റ്റൻസ് ഈസ് സ്ട്രെച്ച്ഡ് ടു ഡബിൾ ഇറ്റ്സ് ഒറിജിനൽ ലെങ്ത്. ഓക്കെ, ഇപ്പോൾ ഇവിടെ നമ്മൾ വയർ സ്ട്രെച്ച് തന്നിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ നോക്കി പഠിക്കാം. അങ്ങനെയാണെങ്കിൽ വയർ സ്ട്രെച്ച് ചെയ്യുമ്പോൾ ന്യൂ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കുക. എപ്പോഴും സ്ഥിരമായിട്ട് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഈ മോഡൽ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. നമ്മുടെ ബേസിക് ഇക്വേഷനാണ് R = ρl/A. ആ ഒരു ഇക്വേഷൻ വെച്ചാണ് പറയുന്നത്. നമുക്ക് തന്നിട്ടുള്ളതൊക്കെ ആദ്യം എടുത്തെഴുതാം. R1 തന്നിട്ടുണ്ട് എത്രയാണ്? 10 ohm. റെസിസ്റ്റൻസ് എന്ത് ലെങ്തിന് എന്ത് പറ്റി? ഡബിൾ ആയില്ല. ഒറിജിനൽ ലെങ്തിനെക്കാട്ടിയും ഡബിൾ ആയി. അത് L2 എന്ന് പറയുമ്പോൾ 2 times L1 ആയിരിക്കും. ഓക്കെ, അപ്പം വയർ സ്ട്രെച്ച് ചെയ്യുമ്പോൾ അവൻ്റെ ഏരിയ എന്ത് ചെയ്യും? കുറയുകയാണല്ലോ. ഓട്ടോമാറ്റിക്കലി ഏരിയ കുറയും. പക്ഷേ വോളിയം എന്താണ്? സെയിം ആയിരിക്കും. ഒറിജിനൽ വയറിൻ്റെ വോളിയം = ന്യൂ വയറിൻ്റെ വോളിയം. രണ്ട് വയറിൻ്റെയും നമ്മൾ സ്ട്രെച്ച് ചെയ്യുന്ന മുന്നേ ഉള്ള ഇതും അതിന് സ്ട്രെച്ച് ചെയ്ത ശേഷമുള്ള വോളിയം സെയിം തന്നെയായിരിക്കും. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് വോളിയം എന്ന് പറയുമ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്താണ്? ഏരിയ ഇൻറ്റു ലെങ്ത്. അപ്പോൾ നമ്മൾ രണ്ട് വോളിയം ഞാൻ ഇക്വേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ A1 L1 = A2 L2. അതിൽ ഞാൻ A2 എടുത്തു. ഓക്കെ, നമ്മുടെ ഏരിയ സെയിം അല്ലേ? A2 എടുത്തു. A2 = എന്ത് കിട്ടും? A1/2 എന്ന് എഴുതാം. ഓക്കെ, ഞാൻ L2ൻ്റെ അവിടെ L2ൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. L2ന് ഞാൻ എന്ത് കൊടുത്തു? 2L1 കൊടുത്തു. അതുകൊണ്ട് അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമുക്ക് A2ൻ്റെ വാല്യൂ കിട്ടി. അപ്പോൾ ഞാൻ ആദ്യത്തെ കേസിൽ എടുക്കുകയാണ്. റെസിസ്റ്റൻസ് ഓഫ് ദി വയറിൻ്റെ ഫസ്റ്റ് കേസിൽ R1 എന്ന് പറയുന്നത് എന്താണ്? R = ρl1/A1 ആണ്. രണ്ടാമത്തെ കേസിൽ എന്തായി? നമ്മൾ ലെങ്ത് ഡബിളായി, ഏരിയ എന്തായി? A2 എന്ന് പറയുന്നത് A1/2 ആയി, ഏരിയ ഹാഫായി. ആ രണ്ട് കേസ് ഞാൻ ഇക്വേറ്റ് ചെയ്തു. എന്നിട്ട് ഞാൻ ഫസ്റ്റ് ഇക്വേഷൻ സെക്കൻഡ് ഇക്വേഷൻ കൂടി ഡിവൈഡ് ചെയ്തു. ഡിവൈഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? R1/R2 = 1/4 എന്ന് കിട്ടും. അല്ലെങ്കിൽ R2 എന്ന് പറയുന്നത് 4 times R1 ആയിരിക്കും. അങ്ങനെയും ചോദിക്കാറുണ്ട്. ഇതിങ്ങനെയും ചോദിക്കാറുണ്ട്. എത്ര ടൈംസ് എന്നും ചോദിക്കാറുണ്ട്. ഇവിടെ ഓൾറെഡി നമ്മുടെ R1ൻ്റെ വാല്യൂ തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആൻസർ വന്നിട്ട് 40 ohm കിട്ടും. ഓക്കെ, മനസ്സിലായല്ലോ. അപ്പോൾ നമുക്ക് ഓപ്ഷൻ D ആണ് ആൻസർ വരുന്നത്. അടുത്ത 12ാമത്തെ ക്വസ്റ്റ്യൻ വെൻ റെസിസ്റ്റേഴ്സ് ആർ കണക്റ്റഡ് ഇൻ സീരീസ് ദ കറണ്ട് ഫ്ലോയിങ് ത്രൂ ഈച്ച് റെസിസ്റ്റർ ഈസ്. റെസിസ്റ്റർ സീരീസിൽ കണക്ട് ചെയ്യുമ്പോൾ കറണ്ട് ഫ്ലോയിങ് ത്രൂ ഈച്ച് റെസിസ്റ്റർ കോൺസ്റ്റൻ്റ് ആയിരിക്കും. ഓക്കെ, നമ്മൾ പാരലൽ സർക്യൂട്ട് പറഞ്ഞു. പാരലൽ സർക്യൂട്ടിൻ്റെ കാര്യം, സീരീസ് സർക്യൂട്ടിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്. വോൾട്ടേജ് പാരലാണെങ്കിൽ വോൾട്ടേജ് സെയിം ആയിരിക്കും. സീരീസിലാണെങ്കിൽ എന്താണ്? കറണ്ടാണ് സെയിം വരുന്നത്. വോൾട്ടേജ് ഡ്രോപ്പ് ഡിഫറൻ്റ് ആയിരിക്കും. അടുത്ത 13ാമത്തെ ക്വസ്റ്റ്യൻ എ നെറ്റ്വർക്ക് കണ്ടെയ്ൻ ലീനിയർ റെസിസ്റ്റേഴ്സ് ആൻഡ് ഐഡിയൽ വോൾട്ടേജ് സോഴ്സ്. ഇഫ് വാല്യൂസ് ഓഫ് ഓൾ റെസിസ്റ്റൻസ് ആർ ഡബിൾ ദെൻ വോൾട്ടേജ് അക്രോസ് റെസിസ്റ്റർ ഈസ്. ഒരു നെറ്റ്വർക്ക് ഉണ്ട്, അതിൽ ലീനിയർ റെസിസ്റ്ററും ഉണ്ട്, ഐഡിയൽ വോൾട്ടേജ് സോഴ്സും ഉണ്ട്. എല്ലാ റെസിസ്റ്റേഴ്സിൻ്റെ വാല്യൂസ് ഡബിൾ ആവണമെങ്കിൽ വോൾട്ടേജ് അക്രോസ് ദി റെസിസ്റ്റർ എന്ത് പറ്റുമെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതെന്ത് പറ്റും? വോൾട്ടേജിന് മാറ്റമൊന്നുമില്ല, റിമെയിൻ സെയിം ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈവൻ ഓൺ ചേഞ്ചിങ് ദ നമ്മൾ ലീനിയർ റെസിസ്റ്റൻസിൻ്റെ വാല്യൂ ചേഞ്ച് ചെയ്താലും വോൾട്ടേജ് അവിടെ കോൺസ്റ്റൻറ്റ് തന്നെയാണ്. ഐഡിയൽ ഇൻ ദ കേസ് ഓഫ് ദ ഐഡിയൽ വോൾട്ടേജ് സോഴ്സ്. നമ്മൾ ഓംസ് ലോ പറഞ്ഞിട്ടുണ്ട്, കറണ്ട് എന്ന് പറയുമ്പോൾ പ്രൊപ്പോർഷണൽ ടു വോൾട്ടേജ് ആണ്. വെൻ ദ ലോഡ് എന്ന് പറയുമ്പോൾ റെസിസ്റ്റൻസ് കോൺസ്റ്റൻ്റ് ആയിരിക്കും. അപ്പോൾ നമ്മൾ റെസിസ്റ്റൻസിൻ്റെ വാല്യൂ ഡബിൾ ആയാലും കറണ്ട് റെസിസ്റ്ററിൽ കൂടെ പോകുന്ന കറണ്ട് ഹാഫ് ആവും. പക്ഷേ നമ്മൾ റെസിസ്റ്റൻസ് വാല്യൂ ഹാഫ് ആകുമ്പം കറണ്ട് എന്താവും? 2 times ആവും. അപ്പോൾ വോൾട്ടേജ് ഇവിടെ എന്ത് ചെയ്യാണ്? ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് പോവാണ്. ആ ഒരു റെസിസ്റ്റൻസിൻ്റെ റേഷ്യോ അനുസരിച്ച് വോൾട്ടേജ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് പോവാണ്. അപ്പോൾ റെസിസ്റ്ററിൻ്റെ വാല്യൂ ഡബിൾ ആകുമ്പോൾ നമ്മുടെ റേഷ്യോ ഓഫ് റെസിസ്റ്ററിന് ചേഞ്ചസ് ഒന്നും ഉണ്ടാകില്ല. അതിൻ്റെ മീനിങ് എന്താണ്? അതിന് അക്രോസ് വരുന്ന വോൾട്ടേജ് ഡ്രോപ്പ് സെയിം ആയിരിക്കും. ഓക്കെ, അടുത്ത 14ാമത്തെ ക്വസ്റ്റ്യൻ ഇൻ എ സീരീസ് കോമ്പിനേഷൻ ഓഫ് റെസിസ്റ്റൻസ്. സീരീസ് കോമ്പിനേഷൻ നമ്മൾ പഠിച്ചു. എന്താണ്? സീരീസിൽ കറണ്ട് സെയിം ആയിരിക്കും. 15ാമത്തെ ക്വസ്റ്റ്യൻ ചേഞ്ച് ഇൻ റെസിസ്റ്റൻസ് പെർ ഓം പെർ ഡിഗ്രി സെൻറ്റിഗ്രേഡ് ഈസ് കോൾഡ്. എന്തായിരിക്കും? ചേഞ്ച് ഇൻ റെസിസ്റ്റൻസ് പെർ ഓം പെർ ഡിഗ്രി സെൻറ്റിഗ്രേഡ് ഈസ് കോൾഡ് നമ്മൾ ടെമ്പറേച്ചർ കോയിഫിഷ്യൻ്റ് ഓഫ് റെസിസ്റ്റൻസ്. ടെമ്പറേച്ചർ കോയിഫിഷ്യൻ്റ് ഓഫ് റെസിസ്റ്റൻസ്. ടെമ്പറേച്ചർ കോയിഫിഷ്യൻ്റ് നിങ്ങൾ നോക്കുക ഓരോന്നും. നമ്മളത് ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ ഇനി വരുന്ന ക്ലാസ്സിൽ അടുത്ത മൊഡ്യൂൾ നമ്മൾ പഠിക്കുന്നുണ്ട്. തിയറി ക്ലാസ് അന്നേരം പറഞ്ഞു തരും. ജസ്റ്റ് ഒന്ന് നോക്കിയിരിക്കാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ 16ാമത്തെ ക്വസ്റ്റ്യൻ റെസിസ്റ്റൻസ് ഓഫ് എ 250 volt 100 watt ലാമ്പ്. റെസിസ്റ്റൻസ് കണ്ടുപിടിക്കുക. പവർ തന്നിട്ടുണ്ട്, വോൾട്ടേജ് അറിയാം. R = നമുക്ക് പവർ = V²/R ബേസിക് ഇക്വേഷൻ. അതിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? R കണ്ടുപിടിക്കാമല്ലോ. 625 ohm കിട്ടും. അടുത്ത 17ാമത്തെ ക്വസ്റ്റ്യൻ വാട്ട് ഈസ് ദ റിലേറ്റീവ് റെസിസ്റ്റിവിറ്റി ഓഫ് അലുമിനിയം കമ്പയർഡ് ടു കോപ്പർ ഇഫ് കോപ്പർ റെസിസ്റ്റിവിറ്റി ഈസ് 1. ഓക്കെ, അപ്പോൾ റിലേറ്റീവ് റെസിസ്റ്റിവിറ്റിയാണ് കണ്ടുപിടിക്കാനുള്ളത്. അപ്പോൾ അത് ഞാൻ ഒരു ടേബിൾ വെച്ചിട്ടുണ്ട്. സം സ്റ്റാൻഡേർഡ് ഇലക്ട്രിക് റെസിസ്റ്റിവിറ്റി ഓഫ് മെറ്റീരിയൽ ചോദിക്കാറുണ്ട്. അപ്പോൾ ഈ ടേബിൾ ഓരോന്നും പഠിക്കാം. അലുമിനിയത്തിൻ്റെതും കോപ്പറിൻ്റെതും ഒക്കെ എപ്പോഴും ചോദിക്കാറുള്ളതാണ്. അപ്പോൾ ഇത് രണ്ടും നോട്ട് ചെയ്ത് പഠിക്കാം. നമ്മുടെ ക്വസ്റ്റ്യൻ വെച്ചിട്ടുള്ളത് റിലേറ്റീവ് റെസിസ്റ്റിവിറ്റി ഓഫ് അലുമിനിയം കമ്പയർഡ് ടു കോപ്പർ ആണ് ചോദിച്ചിട്ടുള്ളത്. ഇറ്റ് ഇസ് ഏതായിരിക്കും? ഇറ്റ് ഇസ് 1.6 ആയിരിക്കും. ഓക്കെ, അപ്പോൾ അതൊന്ന് നോക്കി പഠിക്കുക. ഈ ടേബിൾസ് പഠിക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്.
ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ 18ാമത്തെ ക്വസ്റ്റ്യൻ. ഓംസ് ലോ സ്റ്റേറ്റ്സ് ദാറ്റ്. ഓംസ് ലോ എന്താണ്? ഓംസ് ലോ എന്ന് പറയുമ്പോൾ എന്താണ്? I=V/R ആണ് അല്ലേ നമ്മുടെ ബേസിക് ഇക്വേഷൻ. ഓംസ് ലോ എന്ന് പറയുമ്പോൾ മറ്റ് കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ കറണ്ട് ത്രൂ ദ കണ്ടക്ടർ ബിറ്റ്വീൻ പോയിൻറ്റ്സ് എന്ന് പറയുന്നത് I പ്രൊപ്പോർഷണൽ ടു എന്തായിരിക്കും? കറണ്ട് ത്രൂ ദ വോൾട്ടേജ് ബിറ്റ്വീൻ 2 പോയിൻറ്റ്സ് എന്ന്, കണ്ടക്ടർ ബിറ്റ്വീൻ 2 പോയിൻറ്റ്സ് എന്ന് പറയുന്നത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു വോൾട്ടേജ് ആയിരിക്കും. ഓക്കെ, V=IR എന്ന് എഴുതാം, അല്ലെങ്കിൽ I=V/R എന്നൊക്കെ എഴുതാം. ഓംസ് ലോയുടെ ലിമിറ്റേഷൻസ് ഒക്കെ പഠിക്കാം. ഓംസ് ലോ ഈസ് നോട്ട് ലാറ്ററൽ നെറ്റ്വർക്കിൽ ഓംസ് ലോ ആപ്ലിക്കബിൾ അല്ല, നോൺ ലീനിയർ എലമെൻറ്റ്സിലും ആപ്ലിക്കബിൾ അല്ല, അതുപോലെ വാക്യൂം ട്യൂബ്സിലും ആപ്ലിക്കബിൾ അല്ല. അതും ചോദിക്കാറുണ്ട്. നോക്കൂ, നമ്മുടെ ക്വസ്റ്റ്യൻ നോക്കൂ. ഓംസ് ലോ ക്യാൻ ബി അപ്ലൈഡ് ടു റെസിസ്റ്ററിൽ നമുക്ക് ഓംസ് ലോ അപ്ലൈ ചെയ്യാൻ പറ്റും. ഓംസ് ലോ ഈസ് ആപ്ലിക്കബിൾ ടു, ഓംസ് ലോ ആപ്ലിക്കബിൾ ആയിട്ടുള്ളത് ഇതിൽ എന്തെങ്കിലും പറ്റുമോ? ഓംസ് ലോ പറ്റത്തില്ല. അതെല്ലാം ലിമിറ്റേഷൻസ് ആണ്, നൺ ഓഫ് ദീസ് ആണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഓംസ് ലോയുടെ സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ടുണ്ട്, ഇതൊക്കെ നിങ്ങൾ വായിച്ച് പഠിക്കാം. അടുത്ത ക്വസ്റ്റ്യൻ. വിച്ച് among the following ഈസ് നോട്ട് എ പാസീവ് കോമ്പണൻറ്റ്? പാസീവ് കോമ്പണൻറ്റും ആക്റ്റീവ് കോമ്പണൻറ്റും ഇതും ചോദിക്കാറുണ്ട് എപ്പോഴും. ഓക്കെ, പാസീവ് എന്ന് പറയുമ്പം എലമെൻറ്റ് വിച്ച് റിസീവ് അല്ലെങ്കിൽ എനർജി അബ്സോർവ് ചെയ്യുക, എന്നിട്ട് ഹീറ്റിലോട്ട് കൺവേർട്ട് ചെയ്യുക, അല്ലെങ്കിൽ എന്നിട്ട് എന്ത് ചെയ്യുക? അത് ഇലക്ട്രിക് അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡായിട്ട് സ്റ്റോർ ചെയ്യുക. അതിന് നമ്മൾ പാസീവ് എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിളാണ് റെസിസ്റ്റർ, ഇൻഡക്ടർ, കപ്പാസിറ്റർ. ആക്റ്റീവർ എന്ന് പറയുമ്പോൾ എനർജി സപ്ലൈ ചെയ്യുക, നമ്മുടെ സർക്യൂട്ടിലോട്ട് എനർജി സപ്ലൈ ചെയ്യുക. അപ്പോൾ അതായിരിക്കും ബാറ്ററി, വോൾട്ടേജ് സോഴ്സ്, കറണ്ട് സോഴ്സ്, ഡയോഡൊക്കെ ആയിരിക്കും. അപ്പോൾ ഇവിടുത്തെ പാസീവ് എലമെൻറ്റ് അല്ലാത്തത് ഏതാണ്? ഇറ്റ് ഇസ് ഡയോഡാണ് പാസീവ് എലമെൻറ്റ് അല്ലാത്തത്. ഓക്കെ, അടുത്ത 22ാമത്തെ ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദി ഫോളോയിങ് സർക്യൂട്ട് കോമ്പണൻറ്റ് ഒപ്പോസസ് ദ ചേഞ്ച് ഇൻ ദ സർക്യൂട്ട് വോൾട്ടേജ്? അതും ചോദിക്കാറുണ്ട്, എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. നമ്മുടെ കപ്പാസിറ്റൻസ് ആണ്. അപ്പോൾ ഓരോന്ന് നോക്കുക. റെസിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ ഒപ്പോസിഷൻ ടു ദ ഫ്ലോ ഓഫ് കറണ്ട്. ഇൻഡക്ടർ എന്ന് പറയുമ്പോൾ ഒപ്പോസ് ദ ചേഞ്ച് ഇൻ കറണ്ട്. അപ്പോൾ അത് ഓർക്കുക കേട്ടോ, സ്റ്റേറ്റ്മെൻറ്റ് പഠിക്കാം. ഇൻഡക്ടർ ഒപ്പോസസ് ദ ചേഞ്ച് ഇൻ കറണ്ട്. കപ്പാസിറ്റർ ആണെങ്കിലോ ഒപ്പോസസ് ദി ചേഞ്ച് ഇൻ സർക്യൂട്ട് വോൾട്ടേജ്. അപ്പോൾ അത് മൂന്നും പഠിക്കാം. അടുത്ത 23ാമത്തെ ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദി ഫോളോയിങ് വർക്ക് ഓൺ ദി കെമിക്കൽ ഇഫക്റ്റ് ഓഫ് കറണ്ട്? കെമിക്കൽ ഇഫക്റ്റ് ഓഫ് കറണ്ടിൽ വർക്ക് ചെയ്യുന്നത് ഏതാണ്? DC ആംബിയർ അവർ മീറ്റർ ആണ് കെമിക്കൽ ഇഫക്റ്റ്. അപ്പോൾ നമ്മൾ എഫക്റ്റും കൂടെ പഠിക്കുക. മാഗ്നറ്റിക് എഫക്റ്റ് ഉണ്ട്, ഇലക്ട്രോ ഡൈനാമിക് എഫക്റ്റ് ഉണ്ട്, ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ ഇഫക്റ്റ് ഉണ്ട്, തെർമൽ ഇഫക്റ്റ് ഉണ്ട്, കെമിക്കൽ ഇഫക്റ്റ് ഉണ്ട്, ഇലക്ട്രോ സ്റ്റാറ്റിക് ഇഫക്റ്റ് ഉണ്ട്. അപ്പോൾ ഓരോന്നിനും ഉപയോഗിക്കുന്ന ടൈപ്പ് ഓഫ് ഇൻസ്ട്രുമെൻറ്റും പഠിക്കാം. അത് എവിടേക്കാണ് സ്യൂട്ടബിൾ ആയിട്ടുള്ളതും പഠിക്കാം. ഓക്കെ, ഈ ടേബിളും ഇമ്പോർട്ടൻ്റ് ആണ്, ഇതും ചോദിക്കാറുണ്ട് ക്വസ്റ്റ്യൻ. നമ്മൾ DC ആംബിയർ അവർ മീറ്റർ വർക്ക് ചെയ്യുന്നത് കെമിക്കൽ ഇഫക്റ്റ് ഓഫ് കറണ്ടിൻ്റെ ബേസിലാണ്. ഓക്കെ, മെയിൻലി ഇത് യൂസ് ചെയ്യുന്നത് നമ്മൾ എമൗണ്ട് ഓഫ് ഇലക്ട്രിസിറ്റി ചാർജ് കാൽക്കുലേറ്റ് ചെയ്യാനാണ്. എന്തുമാത്രം യൂസ് ചെയ്തു, എന്നിട്ട് അതിനെ നമ്മൾ ഫ്ലോ ഓഫ് റേറ്റ് ഓഫ് ഇലക്ട്രോൺസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. എന്നിട്ട് നമ്മൾ എത്ര ഇലക്ട്രോൺസ് ഒരു വയറിൽ കൂടെ ഫ്ലോ ചെയ്തു എന്ന് നമുക്ക് അതിനെ ഡിവൈഡ് ചെയ്യുക. അതാണ് നമ്മൾ DC ആംബിയർ അവർ മീറ്റർ എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എവിടേക്കാണ് യൂസ് ചെയ്യുന്നത് നോക്കാം. അടുത്ത 24ാമത്തെ ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദ SI യൂണിറ്റ് ഓഫ് കണ്ടക്ടിവിറ്റി? കണ്ടക്ടിവിറ്റിയുടെ SI യൂണിറ്റ് എന്താണ്? ഇറ്റ് ഇസ് ഓം ഇൻവേഴ്സ് മീറ്റർ ഇൻവേഴ്സ് അല്ലേ. എന്താണ് കണ്ടക്ടിവിറ്റി എന്ന് പറയുമ്പോൾ മെഷർ ഓഫ് ദി ഈസ് അറ്റ് വിച്ച് ആൻ ഇലക്ട്രിക് ചാർജ് ഒരു ഹീറ്റ് ക്യാൻ പാസ് ത്രൂ എ മെറ്റീരിയൽ ആണ്. നമ്മൾ സിഗ്മ കൊണ്ട് ഡിനോട്ട് ചെയ്യും. SI യൂണിറ്റ് സീമൻ പെർ മീറ്റർ അല്ലെങ്കിൽ ഓം ഇൻവേഴ്സ് മീറ്റർ ഇൻവേഴ്സ് എന്ന് പറയാം. നമ്മൾ കണ്ടക്ടിവിറ്റിയും റെസിസ്റ്റൻസും നമ്മൾ റിലേഷനും കൂടെ പഠിക്കുക. സിഗ്മ എന്ന് പറയുമ്പോൾ കണ്ടക്ടിവിറ്റി ഈസ് ഈക്വൽ ടു 1/ρ ആണ്. ഓക്കെ, നമുക്ക് ഓംസ് ലോയിലും അതിനെ ഡിഫൈൻ ചെയ്യാം. സിഗ്മ ഈക്വൽ ടു J/E എന്ന് നമുക്ക് എഴുതാം. J കറണ്ട് ഡെൻസിറ്റി, E എന്ന് പറയുമ്പോൾ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി. അടുത്ത ലാസ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് ഇസ് എൻ എലമെൻറ്റ്? വാട്ട് ഈസ് എൻ എലമെൻറ്റ് ഇൻ ആൻ ഇലക്ട്രിക് സർക്യൂട്ട് വിച്ച് സെർവ്സ് എസ് എ പ്രൊട്ടക്ഷൻ എഗെയിൻസ്റ്റ് ഓവർലോഡ്? പ്രൊട്ടക്ഷൻ എഗെയിൻസ്റ്റ് ഓവർലോഡ് ആണെങ്കിൽ ഫ്യൂസ് ആണ് അല്ലേ. ഫ്യൂസ് ആണ്. റെസിസ്റ്റൻസ് ഒക്കെ നമ്മുടെ പ്രോപ്പർട്ടി ഓഫ് ആൻ എനി കണ്ടക്ടർ ദാറ്റ് ഒപ്പോസ് ദി ഫ്ലോ ഓഫ് ഇലക്ട്രിക് കറണ്ട് ആണ് റെസിസ്റ്റർ. മൈക്ക എന്ന് പറയുമ്പോൾ ഒരു നാച്ചുറലി ഒക്കറിങ് നോൺ മെറ്റാലിക് മിനറൽ ആണ്. മെയിൻലി ബേസ്ഡ് ഓൺ കളക്ഷൻ ഓഫ് സിലിക്കേറ്റ്സ് ആണ്. സെമി കണ്ടക്ടർ നമുക്കറിയാം. ദോസ് എലമെൻറ്റ്സ് അത് കണ്ടക്ടിവിറ്റി ലൈസ് ബിറ്റ്വീൻ കണ്ടക്ടറിന് ഇൻസുലേറ്ററിന് ഇടയ്ക്ക് കണ്ടക്ടിവിറ്റി വരുന്നതാണ് സെമി കണ്ടക്ടർ. അപ്പോൾ ഏതാണ് പ്രൊട്ടക്റ്റീവ് അഗെയിൻസ്റ്റ് ഓവർലോഡ്? ഫ്യൂസ് ആണ്. ഒരു ഇലക്ട്രിക്കൽ സേഫ്റ്റി ഡിവൈസ് ആണ് that operate to provide overcurrent protection of an electrical circuit ആണ്. ഓക്കെ, ഇത് മെയിൻലി യൂസ് ചെയ്യുന്ന പ്രൊട്ടക്ഷൻ ഓഫ് ഇലക്ട്രിക് മോട്ടോർ സർക്യൂട്ട്സ് എഗെയിൻസ്റ്റ് സ്മോൾ ലോഡ്സ്, ഷോർട്ട് സർക്യൂട്ട്സിലൊക്കെയാണ് ഫ്യൂസസ് യൂസ് ചെയ്യാറുള്ളത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ ക്വസ്റ്റ്യൻസ് വരുന്നത്. അപ്പോൾ അടുത്ത നമുക്ക് ഇനിയും കുറേ ക്വസ്റ്റ്യൻസ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ നമ്മൾ അയക്കും. നമ്മുടെ സോൾഡറിങ്ങിൻ്റെ ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ ടൈപ്സ് ഓഫ് കേബിൾസ് അതൊക്കെ നമ്മുടെ മൊഡ്യൂളിൽ വരുന്നുണ്ട്. ഇതെല്ലാം ബാക്കി ക്വസ്റ്റ്യൻസ് എല്ലാം നമ്മുടെ ഗ്രൂപ്പിലാണ് നമ്മൾ ഷെയർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇൻട്രസ്റ്റ് ആയവർക്ക് നമ്മുടെ ഗ്രൂപ്പിൽ ജോയിൻ ആവാം. എൻ്റെ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. അപ്പോൾ ഇതിൽ നമ്മൾ ഇത്രയും ഫണ്ടമെന്റൽസ് ഓഫ് ഇലക്ട്രിസിറ്റിയുടെയും പ്രോപ്പർട്ടീസ് ഓഫ് റെസിസ്റ്റൻസിൻ്റെയും നമ്മൾ MCQ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഫ്ലക്സ് ആൻഡ് സോൾഡറിങ്, അതുപോലെ തന്നെ കണ്ടക്ടർ, ഇൻസുലേറ്റർ, സെമി കണ്ടക്ടർ ഓൾറെഡി നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തു. ടൈപ്പ് ഓഫ് വയേഴ്സ്, കേബിൾസ്. അപ്പോൾ ഇതിൻ്റെ ടോപ്പിക് വൈസ് MCQs ഞാൻ ലാസ്റ്റ് തന്നിട്ടുണ്ട്. അതിൻ്റെ PDF നമ്മുടെ ഗ്രൂപ്പിൽ നമ്മൾ ഷെയർ ചെയ്യും. ഓക്കെ, അപ്പോൾ മാക്സിമം എല്ലാവരും നമ്മുടെ ഗ്രൂപ്പിൽ ജോയിൻ ആവും. അതോടൊപ്പം തന്നെ നമ്മുടെ അൺഅക്കാഡമിയിൽ നമ്മൾ ലൈവായിട്ട് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ഉണ്ട്. ഇന്ന് രാവിലെ 10:00 ഒരു ക്ലാസ് ഉണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം. അതുപോലെ തന്നെ 3 മണിക്കും ഉണ്ട്, അതുപോലെ തന്നെ രാത്രി 8 മണിക്കും ഉണ്ട്. അതിലും എല്ലാവരും വരിക. ഓക്കെ,
താങ്ക് യു. നിങ്ങളുടെ ഫ്രണ്ട്സിനോടൊക്കെ ഇലക്ട്രീഷ്യൻ എക്സാം പ്രിപ്പയർ ചെയ്യുന്ന ഫ്രണ്ട്സിനോടൊക്കെ ഷെയർ ചെയ്യാം. അതുപോലെ തന്നെ ടെലികമ്മ്യൂണിക്കേഷൻ നമ്മൾ കഴിഞ്ഞ ബുധനാഴ്ച സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ബാച്ച്. നമ്മൾ കുറേ കുട്ടികളുണ്ട് നമ്മളെ ബാച്ചിലത്. അപ്പോൾ ഇൻട്രസ്റ്റ് ആയുള്ളവർക്ക് ടെലികമ്മ്യൂണിക്കേഷനിൽ പോലീസ് ടെലികമ്മ്യൂണിക്കേഷൻ വളരെ നിങ്ങൾക്ക് കിട്ടിയ ഒരു അവസരമാണ്. മാക്സിമം എല്ലാവരും പഠിച്ചെഴുതാൻ നോക്കുക. ഓക്കെ, താങ്ക് യു.